ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നിലവിലുള്ളത് സാലിസ്ബറി, UK സാലിസ്ബറി എന്ന ഒരു സിറ്റിയിലാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഞാൻ പോസ്മൗത്ത് വരെ പോവുകയാണ്. അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പോക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത ശേഷം നമുക്ക് ട്രെയിനിൽ കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നാണ് ടിക്കറ്റ് എടുത്തു. ഇനി നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ പോസ്മൗത്ത് എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ കൈ കിട്ടി. അപ്പോൾ ടിക്കറ്റ് നമ്മൾ നാട്ടിലെ മെട്രോൻ്റെ അതേ ഒരു സെറ്റപ്പിലാണ് ഇവിടുത്തെ സാധാ റെയിൽവേയിലും അതേപോലെയാണ്. നമ്മൾ ടിക്കറ്റ് ഇട്ട ശേഷം മെല്ലെ അപ്പുറം കിടക്കപ്പോഴേക്കും ഗേറ്റ് തുറക്കും. മുകളിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് ശേഷം ഉള്ളിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇതാണിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ എത്ര നീട്ടമുള്ള ട്രെയിനുകളൊന്നും അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ കൂടിപ്പോയാൽ ഒരു 4-5 ബോഗീൻ്റെ അപ്പുറത്തേക്ക് വരുന്നില്ല. പിന്നെ ഇലക്ട്രിക്കലാണ്, പക്ഷേ ഓവർഹെഡായിട്ട് നമുക്ക് ലൈനുകളൊന്നും കാണാനില്ല നാട്ടിലെ പോലെ. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഡീസൽ എൻജിനല്ല, ഇലക്ട്രിക്കൽ തന്നെയാണ്. അപ്പോൾ ഇതാണിപ്പോൾ അവിടെ ഒരു ട്രെയിൻ അവിടെ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. നമ്മൾ ഈ ഒരു ട്രെയിനിലാണ് ഇപ്പോൾ പോകേണ്ടത്. അപ്പോൾ ഓക്കെ, അങ്ങനെ ട്രെയിൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളൂ. പിന്നെ ആരും തിക്കി കയറുന്ന ഒരു പരിപാടിയില്ല. എല്ലാവരും വളരെ സാവധാനം പുറകെ നിന്ന് ക്യൂ പാലിച്ചിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സാലിസ്ബറി എന്ന ടൗൺ വിട്ടിട്ട് നമ്മൾ പോസ്മൗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം അവിടേക്ക് എനിക്ക് തോന്നുന്നു ഒരു 40 മൈലിൻ്റെ അടുത്ത് വരും പോസ്മൗത്തിലേക്ക്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലവും നെക്സ്റ്റ് സ്റ്റോപ്പും ഒക്കെ ഇതിൽ എഴുതി കാണിക്കും. ട്രെയിനിൽ അനൗൺസ്മെൻ്റ് ഉണ്ടാവും. അപ്പം ഉണ്ടോ, പുറത്തേക്ക് നോക്കിയാൽ തികച്ചും നല്ല പച്ചപ്പിലാണ്. ശാന്തമായ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്തൊന്നും നോക്കിയാൽ അങ്ങനെ ഒരു മനുഷ്യനെ ഒന്നും കാണാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല തണുപ്പുള്ള സീസണാണ് ഇപ്പം. അപ്പം ഒരു ടൗൺ കഴിഞ്ഞ് മറ്റൊരു ടൗണിലേക്ക് ട്രെയിൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. യാത്രാക്ഷീണം കൊണ്ട് ചിലരൊക്കെ മെല്ലെ മയങ്ങി തുടങ്ങിയിട്ടുണ്ട് വണ്ടിയിൽ കയറി ഉടനെ തന്നെ. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. പോസ്മൗത്തിൽ നമ്മൾ എത്തി. അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോഴും കുറച്ചുകൂടി വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. വലിയ കെട്ടിടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലും ടൂറിസ്റ്റായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഇവിടെ ഒരു ഹാർബറാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് മറ്റ് ഐലൻഡുകളിലേക്ക് ഫെറീസുകൾ എന്ന് വെച്ചാൽ ചെറിയ ബോട്ടുകളിൽ, കപ്പൽ പോലെ ഇരിക്കുന്ന ചെറിയ ബോട്ടുകൾ നമ്മളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. പിന്നെ കാണാനുള്ളതാണ് സ്പിന്നക്കർ ടവർ എന്ന് പറയുന്നത്. ഈ ടവറാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം 170 മീറ്റർ ഹൈറ്റാണ്. ഇതിൻ്റെ ഹൈറ്റ് 170 മീറ്റർ ഹൈറ്റ്. അതേപോലെ ഇതിൻ്റെ ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്തത് 2001 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇത് ഓപ്പണാക്കി 2005 ഏകദേശം 35.6 മില്യൺ പൗണ്ടാണ് ഇതിന് ചിലവ് വന്നിട്ടുള്ളത്. അപ്പം ഇതൊരു വലിയൊരു സംഭവമാണ് ഇവിടുത്തെ. അപ്പം ഒരുപാട് ടൂറിസ്റ്റുകൾ ഇത് കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. സ്പിന്നക്കർ ടവർ എന്നുള്ളത് പോസ്മൗത്തിൻ്റെ വലിയൊരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതിനോട് ചേർന്നായിട്ട് ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാണുന്ന ഈ ടവർ. ഈ ടവറിൻ്റെ ഏറ്റവും മുകളിൽ വരെ നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമുക്കത് ടിക്കറ്റ് എടുത്ത് നമ്മൾ
നമ്മൾ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കാം. എന്തായാലും നമ്മളിപ്പോൾ ആ വന്ന ടൈമിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കുള്ള ഒരു സമയമാണ്. ഇപ്പോൾ പൊതുവെ എനിക്ക് തോന്നുന്നത് തണുപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു തിരക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും പോയി നോക്കുക. ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് പോയി നോക്കാം. ഓക്കെ, കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ടവറിൻ്റെ ഒരു 3D വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം അതിൽ കാണിക്കുകയാണ് നമുക്ക്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ മുകളിലൊരു റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് വേണേൽ ബുക്ക് ചെയ്യാം. ചില എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ അതിൻ്റെ സെക്കൻഡ് ഫ്ലോർ എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു റെസ്റ്റോറൻറ്റ് പോലെയുള്ള ഒരു സംഭവമാണ്. നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ നടത്താൻ സാധിക്കും. അതൊക്കെയാണ് ഈ ഒരു 3D വേർഷനിൽ അതൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഈ കാണുന്നതാണ് ഇവിടുത്തെ ക്യാമറമാന്മാരാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് പല പല പോസുകളിലൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ അവരെടുത്ത് തരും. നമുക്ക് തിരിച്ചിറങ്ങി വരുമ്പോഴേക്കും നമ്മൾ കൈ തരും. പക്ഷേ നല്ലൊരു പൈസ അവർ നമ്മളോട് വാങ്ങും കേട്ടോ. ഇത് എടുക്കുന്നതിന് നല്ലൊരു ചിലവ് വരും. അപ്പം നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ടവറിൽ നമ്മളിവിടെ നിന്ന് അങ്ങോട്ടേക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ ലിഫ്റ്റിലാണ് നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ലിഫ്റ്റ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മൾ. ഇതുണ്ട്. ഓക്കെ, ലിഫ്റ്റ് താഴെ എത്തി കഴിഞ്ഞു. നമുക്ക് അതിലേക്ക് കയറുകയാണ്. ലിഫ്റ്റിന് അത്യാവശ്യം നല്ല നീളമുള്ള ലിഫ്റ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ആളെയും കൊണ്ട് പോകാൻ പാകത്തിനുള്ള നല്ല നീളമുള്ള ലിഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഒരു വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ ലോകത്തെത്തിയ ഒരു പ്രതീതിയാണ് നമുക്ക്. നമുക്ക് ഈ ക്യാമറകളിലൂടെ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി മനസ്സിലാവും. പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കാണുക എന്നുള്ളത് ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു. കണ്ടോ, എല്ലാ സംഭവവും താഴെ ബോട്ടുകൾ എല്ലാം നമുക്ക് കാണാം. ഏകദേശം പോർട്സ്മൗത്തിൻ്റെ ഒരു ടൗൺ മൊത്തത്തിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ്. ചുറ്റും കടലാണ്. ചുറ്റും ഒരു വൺ സൈഡ് ഒഴിച്ച് ബാക്കിയത്തെ അങ്ങോട്ടേക്ക് മൊത്തം കടലാണ്. ഒരു സൈഡിലായിട്ട് ഒരു ഐലൻഡ് വരുന്നുണ്ട്. ആ ഐലൻഡിൽ ഇവിടെ നിന്ന് വേറെ അങ്ങോട്ടേക്ക് ബോട്ട് സർവീസ്, ഫെറീസ് എന്നാണ് പറയുന്നത്. ഫെറിക്ക് അങ്ങോട്ടേക്ക് നമ്മൾ പോയിട്ട് ഒരു ദിവസത്തെ ടൂറൊക്കെ കഴിഞ്ഞ ആൾക്കാർ തിരിച്ചൊക്കെ വരും. അങ്ങനെ ഒരു സർവീസ് അവിടെ നടക്കുന്നുണ്ട്. ഈ കാണുന്ന ഇപ്പോൾ ആ ബോട്ട് വരുന്നത് കാണുന്നില്ല, ഈ ബോട്ടൊക്കെ അവിടെ ഇങ്ങനെ പോയിട്ട് വരുന്നതാണ്. ഓരോ ടൂർ പാക്കേജിൽ പോയി വരുന്നതാണ്. അതേപോലെ അതൊക്കെയാണ്. എന്തായാലും വളരെ വെറൈറ്റി ആയ ഒരു അനുഭവമാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റിലത്തെ നിലയിലാണ് നിൽക്കുന്നത്. ഫസ്റ്റിലത്തെ നില എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം 100 മീറ്ററിലാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ നിൽക്കുന്നത്, ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, ഇത് ഗ്ലാസ് ഇട്ടൊരു സ്ഥലമാണ്. കാരണം ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ചവിട്ടി നടക്കാം. താഴേക്ക് നോക്കിയാൽ എത്ര ഹൈറ്റ് കാണും. ഭയങ്കര താഴേക്ക് ഭീകരമായൊരു അവസ്ഥയാണ്. കാരണം 100 മീറ്റർ മുകളിൽ നമ്മൾ താഴേക്ക് കുത്തനെ നോക്കുമ്പോഴുള്ള ഒരു ഭീകരതയാണ്, ഭയങ്കര ഭീകരതയാണ് കേട്ടോ. നടക്കാനൊക്കെ ചിലവർക്ക് പേടിയാണ് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ നടന്നു നോക്കി കേട്ടോ. എന്നാലും ഗ്ലാസ് പൊട്ടി താഴേക്ക് പോകുന്നൊരു പേടിയൊക്കെ ഉള്ളിൽ കൊടുക്കും. കുഴപ്പമില്ല. ഇപ്പോൾ ഈ വരുന്നൊരു ഷിപ്പാണ്, ചെറിയ ഷിപ്പാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ
ഇവിടെ ഒരു ബൈനോക്കുലർ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പൗണ്ട് ഇട്ട് കഴിയുമ്പോൾ അത് സംഭവം ഓണാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ അതോടെ നോക്കിയാൽ കുറേ ദൂരമുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞങ്ങൾ ഒരു പൗണ്ട് ഇട്ടിട്ട് ഞങ്ങൾ വാച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ മാറി മാറി ഒന്ന് വാച്ച് ചെയ്ത് നോക്കി അപ്പുറത്തെ ഐലൻഡൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് നോക്കി. എന്തായാലും അതൊക്കെ ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. അപ്പോൾ ഞങ്ങളിനി ആ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇനി അടുത്ത റെസ്റ്റോറൻറ്റ്, സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത് അവിടെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് പോവാണ്. ആ ലിഫ്റ്റിൽ ആദ്യത്തെ ആ ഫസ്റ്റ് ഫ്ലോർ വരെയാണ് ലിഫ്റ്റുള്ളത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സ്റ്റെപ്പിലൂടെ കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് വരെ ഇതാ അടുത്തയിലാണ്. ഇത് റെസ്റ്റോറൻ്റ് ആണ് വരുന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. അപ്പോൾ 105 മീറ്റർ ഹൈറ്റിലാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഇതിലേക്ക് പോവാണ്. നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക്, ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്ക് പോവാണ്. ഈ ഗേറ്റ് ഇവിടെ ലോക്കാക്കി കിടക്കുന്ന, ഇവിടുന്ന് താഴേക്ക് ഡൈവ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. കാരണം അത് ചില സീസണിൽ ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ ഡ്രോപ്പിങ് അങ്ങനെയൊക്കെ പറയാം. അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് നമ്മുടെ റോപ്പിൽ തൂങ്ങിപ്പോയി താഴേക്ക് പോകുന്ന ഒരു പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. അതിന്ന് ലോക്കാണെന്ന് അത് ആ പരിപാടി അവിടെ നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 110 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. സംഭവം കിടു തന്നെയാണ്. മുകളിലെ റൂഫും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് വരുന്നത്. എല്ലാവരും ഇവിടെ ആഹ്ലാദിച്ച് അങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിൽ എല്ലാവരും ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എല്ലാവരും വരുന്നവരൊക്കെ എടുത്തു പോകുന്നുണ്ട്. കാരണം ഒരു പ്രത്യേക രസമാണ് ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ. ഇതിപ്പോൾ താഴെ നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ഇനി സാലിസ്ബറിയിലേക്ക് തിരിച്ചു പോകുന്നത്. എന്തായാലും നമ്മളിവിടെ വന്ന് ഇത് കാണാനൊക്കെ നമുക്കൊരു ഭാഗ്യമുണ്ടായി. ഇപ്പോൾ എന്തായാലും കാഴ്ചയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച ശേഷം ഇവിടെ നിന്ന് അതിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഷൂട്ട് കൂടി ചെയ്ത ശേഷം ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. നൈറ്റ് ആകുമ്പോഴേക്ക് ഇതിൻ്റെ മുകളിൽ കുറേ ലൈറ്റുകളും കാര്യങ്ങളും വരും. ടവർ പല കളറുകളിലൊക്കെ മാഞ്ഞ് രാത്രിയിലാണ് കാണാൻ കുറച്ചുകൂടി ഭംഗി. അത് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ അന്ന് തന്നെ തിരിച്ചു പോന്നു. അപ്പം വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.